ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി രണ്ടാമത്തെ യൂണിറ്റ് നടുക്കിൽ തിന്നാം എന്നതിലെ മൂന്നാമത്തെ പാഠഭാഗമായ തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും അപ്പോൾ അതൊരു കത്താണ് അല്ലേ? എന്തിനെ പറ്റിയിട്ടാണെന്നൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? ഇതാരാണ് ഈ കത്ത് എഴുതുന്നത്? കത്ത് എഴുതുന്നത് നിന്റെ ദറക്സ പർവീനാണ് കത്ത് എഴുതുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കുറിച്ച് അവിടെ എഴുതുകയാണ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഈ പാഠഭാഗം വായിക്കുന്നില്ല, അതിലെ പ്രധാന ആശയങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് മലയാളവും അതിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ദറക്സ എന്ന പെൺകുട്ടി താൻ പഠിച്ച സ്കൂളിൽ മലയാളം അധ്യാപികയായി ജോലി ചെയ്യുന്നു. ചെറുപ്പത്തിൽ കേരളത്തിലെപ്പോൾ മലയാളം പഠിക്കാൻ താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും അതിനെ തരണം ചെയ്യാൻ കൂട്ടുകാരിൽ നിന്നും അധ്യാപകരിൽ നിന്നും ലഭിച്ച പിന്തുണയും അവൾ ഓർത്തെടുക്കുന്നു. കൈത്തൊഴിലുകളിലെ താല്പര്യം. സ്കൂൾ കാലഘട്ടത്തിൽ പ്രവൃത്തി പരിചയ മേളകളിൽ പങ്കെടുത്തതിനെ കുറിച്ചും തയ്യൽ, ചിത്രരചന, എംബ്രോയിഡറി തുടങ്ങിയ കാര്യങ്ങളിൽ തനിക്കുണ്ടായിരുന്ന താല്പര്യത്തെക്കുറിച്ചും ദറക്സ് പറയുന്നു. അവളുടെ കഴിവ് തിരിച്ചറിഞ്ഞ ഒരു ടീച്ചർ തയ്യൽ മെഷീൻ വാങ്ങി നൽകിയതും ജീവിതത്തിൽ അതൊരു വഴിത്തിരിവായതും കത്തിൽ വ്യക്തമാക്കുന്നു. ഇനി ഫാഷൻ ഡിസൈനിലേക്ക്. പഠനം പൂർത്തിയാക്കുന്നതിനോടൊപ്പം ഒരു തൊഴിൽ പഠിക്കാനുള്ള ദറക്സിൻ്റെ ആഗ്രഹം അവളെ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലേക്ക് നയിച്ചു. സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത ഈ തീരുമാനം കുടുംബാംഗങ്ങളെ പിന്തുണയ്ക്കാൻ അവളെ പ്രാപ്തയാക്കി. ഇനി അടുത്തത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ വഴി വസ്ത്രങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്നതിലൂടെ ദറക്സ് വരുമാനം നേടുന്നുണ്ട്. ഇത് കുടുംബത്തിൻ്റെ ചിലവുകൾക്കും അനിയന്മാരുടെ പഠനത്തിനും സഹായിക്കുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നേടുന്നതിനൊപ്പം സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാകുന്നത് എത്രത്തോളം പ്രാധാന്യമാണെന്ന് അവൾ ചൂണ്ടിക്കാണിക്കുന്നു. ഭാവിയിലെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു നല്ല ഫാഷൻ ഡിസൈനർ ആക്കാനും സ്വന്തമായി ഒരു കട തുടങ്ങാനും സ്വപ്ന ഭവനം നിർമ്മിക്കാനുമുള്ള തൻ്റെ ആഗ്രഹങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് കത്ത് അവസാനിക്കുന്നത്. നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം, കണ്ടെത്താൻ പറയാം. ദറക്സയ്ക്ക് മലയാളത്തിനോടുള്ള താല്പര്യമുണ്ടാക്കിയ ഘടകങ്ങൾ എന്തെല്ലാമാണ്? മറുനാട്ടിൽ നിന്ന് വരുന്ന ദറക്സിന് സ്കൂളിലെ കൂട്ടുകാരിൽ നിന്നും അധ്യാപകരിൽ നിന്നും ലഭിച്ച പിന്തുണയാണ് മലയാളത്തോടുള്ള ഇഷ്ടം വളർത്തിയത്. കൂട്ടുകാരിൽ നിന്ന് കേട്ട കലപില വർത്തമാനങ്ങൾ അവളെ മലയാളം പഠിക്കാൻ പ്രേരിപ്പിച്ചു. കൂടാതെ മറുനാടൻ കുട്ടികൾക്കായി സ്കൂളിൽ തുടങ്ങിയ പ്രത്യേക പദ്ധതിയും സഹായകമായി. ഈ അനുഭവങ്ങൾ ദറക്സിന് ഭാഷയെ അടുത്തറിയാനും ഒടുവിൽ ഒരു മലയാളം അധ്യാപികയായി മാറാനും പ്രചോദനമായി. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: സ്കൂളിൽ ദറക്സ് എന്തെല്ലാം പണികളാണ് ചെയ്ത് പരിശീലിച്ചത്? ദറക്സ് സ്കൂളിൽ പലതരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ചിത്രരചന, മോഡലുകൾ ഉണ്ടാക്കൽ, അതുപോലെ തുണി കൊണ്ട് കുപ്പായങ്ങൾ നിർമ്മിക്കൽ എന്നിവയിൽ അവൾ താല്പര്യം കാണിച്ചു. വർക്ക് എക്സ്പീരിയൻസ് ക്ലാസ്സുകളിൽ തയ്യൽ, പെയിന്റിംഗ്, എംബ്രോയിഡറി എന്നിവ പരിശീലിച്ചത് അവളുടെ കഴിവുകൾ വർദ്ധിപ്പിച്ചു. ഈ കഴിവുകൾ പിന്നീട് സ്വന്തമായി വരുമാനം നേടുന്നതിലേക്ക് അവളെ നയിച്ചു. ഇനി അടുത്ത ചോദ്യം നോക്കാം. എനിക്കിപ്പോൾ ഏത് നാട്ടിൽ ചെന്നാലും ഈ ജോലി തുടരാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ട്. ദറക്സ് ഇങ്ങനെ പറയാൻ എന്താവും കാരണം? എന്തെല്ലാമാണ് അവളുടെ പ്രതീക്ഷകൾ? തയ്യൽ, ഫാഷൻ ഡിസൈനിങ് എന്നീ കഴിവുകളിലുള്ള ദറക്സിന്റെ ആത്മവിശ്വാസമാണ് ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ. സോഷ്യൽ മീഡിയയിലൂടെ ഓർഡറുകൾ സ്വീകരിക്കുന്നതിനാൽ സ്ഥലപരിമിതി ഒരു പ്രശ്നമല്ല. സ്വന്തമായി ഒരു കട തുടങ്ങുക, ഒരു നല്ല ഫാഷൻ ഡിസൈനർ ആകുക, ഒടുവിൽ സ്വന്തമായി ഒരു വീട് വയ്ക്കുക തുടങ്ങിയവയാണ് അവളുടെ പ്രതീക്ഷകൾ. ഈ പ്രതീക്ഷകളാണ് ജോലി തുടരാനുള്ള ഊർജം നൽകുന്നത്. ഇനി അടുത്ത ചോദ്യം: കേരളത്തിന്റെ സവിശേഷതയായി ദറക്സ് കണ്ടെത്തിയ കാര്യങ്ങൾ എന്തെല്ലാമാണ്? ദറക്സിന്റെ കാഴ്ചപ്പാടിൽ കേരളം സ്ത്രീകൾക്ക് വലിയ പരിഗണനവും സ്വാതന്ത്ര്യവും നൽകുന്ന നാടാണ്. ഇവിടെ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനും പഠിക്കാനും ധാരാളം അവസരങ്ങളുണ്ട്. പഠനത്തോടൊപ്പം തൊഴിൽ പരിശീലിക്കുന്ന ഒരു തലമുറ വളർന്നു വരണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. ഇത് സ്ത്രീ ശാക്തീകരണത്തിന് ഒരു പ്രധാന ഭാഗമാണെന്നും ദറക്സ് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കാം. മറക്കില്ലൊരിക്കലും. അന്നുണ്ടായ ഒരു സന്തോഷം. സ്വന്തമായി തയ്യൽ മെഷീൻ കിട്ടിയ ദിവസത്തെ കുറിച്ച് ദറക്സ് ഇങ്ങനെയാണ് പ്രതികരിച്ചത്. അന്ന് ദറക്സ് എഴുതാനിടയുള്ള ഡയറി എഴുതി നോക്കുക. അപ്പോൾ നമ്മുടെ ഡയറി എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ആ ഡേറ്റോ അല്ലെ ദിവസത്തിന്റെ പേരോ നമ്മൾ എഴുതണം. സെപ്റ്റംബർ 2 ഞായറാഴ്ച. ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണ്. അതെ, എനിക്കിപ്പോൾ സ്വന്തമായി ഒരു തയ്യൽ മെഷീൻ ഉണ്ട്.
എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ടീച്ചറാണ് ഇത് എനിക്ക് സമ്മാനിച്ചത്. എനിക്ക് തയ്യലിനോടുള്ള താല്പര്യം മനസ്സിലാക്കി ടീച്ചർ ഇത് വാങ്ങിത്തന്നപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. വർഷങ്ങളായി ഞാൻ കാണുന്ന ഒരു സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. പഴയ തുണികൾ വെട്ടി തയ്ച്ച് പലതരം സാധനങ്ങൾ ഉണ്ടാക്കുമായിരുന്ന ഞാൻ ഇനി എനിക്ക് നല്ല വസ്ത്രങ്ങൾ തയ്ക്കാൻ കഴിയും. ഒരുപാട് പുതിയ ഡിസൈനുകൾ എൻ്റെ മനസ്സിലുണ്ട്. ഈ മെഷീൻ വെറും ഒരു ഉപകരണം മാത്രമല്ല, എൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള ആദ്യ ചുവടുകൂടിയാണ്. എൻ്റെ കഴിവിൽ വിശ്വസിച്ച് എനിക്ക് ഈ സമ്മാനം തന്ന ടീച്ചറോടുള്ള നന്ദി പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വാപ്പയെ സഹായിക്കാൻ എനിക്കിപ്പോൾ സ്വന്തമായി ഒരു തൊഴിൽ ചെയ്യാനാകുമെന്ന ചിന്ത എനിക്ക് വലിയ സന്തോഷം നൽകുന്നു. ഇതൊരു തുടക്കമാണ്, എൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള വലിയൊരു യാത്രയുടെ തുടക്കം. ഇത്രയുമാണ് ഈ ഡയറിയിൽ നമുക്ക് എഴുതാനുള്ളത്. ഇനി നമുക്ക് അടുത്തതൊരു കത്ത് എഴുതാനാണ്. കത്തെഴുതാം. ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലെത്തി മലയാളം പഠിച്ച് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ തെരഞ്ഞെടുത്ത് മുന്നേറുന്ന യുവതിയാണ് ദറക്സ പർവീൻ. അവളുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കത്തെഴുതുമ്പോൾ നമ്മൾ സ്ഥലവും തീയതി ആദ്യം കൊടുക്കണം. കോഴിക്കോട് 12/9/2025. പ്രിയപ്പെട്ട ദറക്സ, നിന്റെ കത്ത് വായിച്ചു. നിനക്ക് സുഖമെന്ന് കരുതുന്നു. നിന്റെ പുതിയ വിശേഷങ്ങൾ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഒരു അധ്യാപിക എന്ന നിലയിൽ നീ നൽകുന്ന സംഭാവനകൾ അഭിനന്ദാർഹമാണ്. സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ നിനക്ക് കഴിയുന്നുണ്ടല്ലോ. മലയാളം പഠിക്കാൻ നീ നേരിട്ട വെല്ലുവിളികളും അതിനെ മറികടന്ന് മുന്നേറിയ രീതിയും എന്നെ അത്ഭുതപ്പെടുത്തി. ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ കണ്ടെത്തി അതിൽ വിജയം നേടുന്നതിനോടൊപ്പം കുടുംബത്തെയും സഹായിക്കുന്നതിൽ നീ കാണിക്കുന്ന ആത്മാർത്ഥത അഭിനന്ദന അർഹമാണ്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം മാത്രമല്ല തൊഴിൽപരമായ സ്വാതന്ത്ര്യവും പ്രധാനമാണെന്ന നിന്റെ കാഴ്ചപ്പാട് പുതിയ തലമുറക്ക് പ്രചോദനമാകും. നിന്റെ ഭാവി സ്വപ്നങ്ങളായ സ്വന്തമായി ഒരു കട തുടങ്ങാനും ഒരു വീട് വയ്ക്കാനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിന്റെ പ്രയത്നങ്ങൾക്കും ആത്മവിശ്വാസത്തിനും ഞങ്ങളെല്ലാം ഒപ്പമുണ്ട്. സ്നേഹത്തോടെ, അഞ്ജന. അപ്പൊ നമ്മൾ കത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്ഥലവും തീയതിയും, പിന്നെ നമ്മൾ ഒരു അഭിസംബോധന വേണം, അതേപോലെ തന്നെ ഉപസംഹാരവും വേണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം. ഇന്നത്തെ തൊഴിലിടങ്ങൾ. ആകെ വിയർത്തു തളർന്നും പട്ടിണി പാകി വിളർത്താൻ പണി ചെയ്തും ഞങ്ങളുടെ മുത്തശ്ശി. വയലാർ. ഒരു കാലത്ത് കേരളത്തിലെ തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഈ വരികളിൽ തെളിയുന്നത്. ഇന്നും ഈ അവസ്ഥ കേരളത്തിലെ തൊഴിൽ മേഖലയിലുണ്ടോ? യൂണിറ്റിലെ പാഠഭാഗങ്ങളിൽ നിന്ന് മനസ്സിലായ ആശയങ്ങളുടെയും നിങ്ങൾ കൂടുതലായി കണ്ടെത്തിയ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേരളത്തിലെ തൊഴിലിടങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കുക. തയ്യാറാക്കിയ പ്രസംഗം ക്ലാസ്സിൽ അവതരിപ്പിക്കുമല്ലോ. ആദരണീയായ അധ്യാപകരെ, പ്രിയപ്പെട്ട സഹപാഠികളെ, ആകെ വിയർത്ത് തളർന്ന പട്ടിണി പാകി വളർത്താൻ പണി ചെയ്തും എന്ന വയലാറിന്റെ വരികൾ നമ്മെ പഴയ കാലത്തെ കേരളത്തിലെ തൊഴിലിടങ്ങളിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ കർഷകനും തൊഴിലാളിയും കഠിനാധ്വാനം ചെയ്തിരുന്നു എങ്കിലും അവരുടെ ജീവിതത്തിൽ സുരക്ഷിതത്വമോ മതിയായ വരുമാനമോ ഉണ്ടായിരുന്നില്ല. അതേസമയം തൊഴിലില്ലായ്മ, അസ്ഥിരമായ കരാർ ജോലികൾ, വിദേശ രാജ്യങ്ങളിൽ അധ്വാനിക്കുന്ന മലയാളികളുടെ ദുരിതങ്ങൾ എന്നിവ ഇന്നും തൊഴിൽ മേഖലയിലെ വെല്ലുവിളികളാണ്. യുവാക്കളുടെ കഴിവിനും യോഗ്യതയ്ക്കും അനുയോജ്യമായ തൊഴിൽ ലഭ്യമാക്കുക എന്നത് സംസ്ഥാനത്തിന്റെ മുന്നിലുള്ള വലിയ ഉത്തരവാദിത്തമാണ്. അതേസമയം തൊഴിലില്ലായ്മ, അസ്ഥിരമായ കരാർ ജോലികൾ, വിദേശ രാജ്യങ്ങൾ അധ്വാനിക്കുന്ന മലയാളികളുടെ ദുരിതങ്ങൾ എന്നിവ ഇന്നും തൊഴിൽ മേഖലകളിലെ പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ്. പ്രിയ സുഹൃത്തുക്കളെ, കേരളത്തിലെ തൊഴിൽ മേഖല ഇന്ന് മുൻകാലത്തെ അപേക്ഷിച്ച് പുരോഗതി നേടിയെങ്കിലും തൊഴിലാളികളുടെ സുരക്ഷ, സ്ഥിര വരുമാനം, സാമൂഹ്യ നീതി എന്നിവ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോഴാണ് വിയർപ്പിന്റെ വില ശരിയായ അർത്ഥത്തിൽ സമൂഹം തിരിച്ചറിയുക. എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പാഠഭാഗത്തുള്ള ചോദ്യോത്തരങ്ങൾ. ഒരു കത്തും ഒരു ഡയറിയും അതേപോലെ തന്നെ ഒരു പ്രസംഗവുമാണ് ഉള്ളത്. കൂടാതെ 4 ചെറിയ ചോദ്യോത്തരങ്ങളുമാണ് ഉള്ളത്. അപ്പം നിങ്ങൾ ഇതൊക്കെ പാഠഭാഗം നല്ലവണ്ണം വായിക്കുക, വായിച്ച് ഇതിൻ്റെ ആശയം ഉൾക്കൊള്ളുക. എന്നിട്ട് നിങ്ങൾ ചോദ്യോത്തരങ്ങൾ സ്വന്തമായ രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. ഇതൊരു മാതൃകാ ചോദ്യോത്തരമാണ്. സ്വന്തമായിട്ട് എഴുതാൻ പരിശീലിക്കുക. ഇതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ദറക്സ ഇപ്പോൾ ഒരു മലയാളം അധ്യാപികയാണ്.
എന്താണ് ചെറുപ്പത്തിൽ തന്നെ കേരളത്തിൽ വന്നു. എന്നിട്ട് മലയാളം പഠിച്ചെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. എന്നാലും മലയാളം പഠിച്ചെടുത്തു. പിന്നെ സ്കൂൾ കാലഘട്ടത്തിൽ പ്രവൃത്തി പരിചയമേള, തയ്യൽ, ചിത്രരചന തുടങ്ങിയതിലൊക്കെ അപാരമായ താല്പര്യമുണ്ടായിരുന്നു. അതിൽ കഴിവ് തെളിയിച്ചിരുന്നു. അപ്പോൾ എന്താണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞ ഒരു ടീച്ചർ ഒരു തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുത്തു. അത് ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായി. പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠനം പൂർത്തിയാക്കി. എന്നിട്ട് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് വീട്ടിലെ കുടുംബാംഗങ്ങളെ, വാപ്പയെ പിന്തുണയ്ക്കാൻ അവളെ അത് പ്രാപ്തയാക്കി. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി അവൾ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നു, അതേപോലെ വിൽക്കുന്നു, വരുമാനം നേടുന്നു, കുടുംബത്തിലെ ചെലവുകളിൽ അച്ഛനെ സഹായിക്കുന്നു, അനിയന്മാരുടെ പഠനത്തിന് സഹായിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നത്? പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ആവശ്യമാണ്, അതുപോലെ തന്നെ സാമ്പത്തിക സുരക്ഷിതത്വവും അത്യാവശ്യമാണ്. അപ്പോൾ എനിക്ക് ഇനി ഭാവിയിലുള്ള സ്വപ്നങ്ങളും കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ആ ഒരു കത്ത് അവസാനിക്കുന്നത്. എന്താണ്? സ്വപ്നങ്ങൾ നല്ലൊരു ഫാഷൻ ഡിസൈനർ ആക്കണം, അതുപോലെ തന്നെ സ്വന്തമായി ഒരു കട തുടങ്ങണം, പിന്നെ സ്വന്തമായിട്ടൊരു വീടുണ്ടാകണം എന്നീ 3 ആഗ്രഹങ്ങളുടെ ഒരു 3 സ്വപ്നങ്ങൾ പങ്കുവെച്ചിട്ടുകൊണ്ടാണ് ആ ഒരു കത്ത് അവസാനിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.